ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം ഇന്ന് ഞാനൊരു കാൻഡിൽ മേക്കിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആക്ച്വലി ഇതൊരു പുഡിംഗ് ബൗളാണ്. ജസ്റ്റ് അത് വാങ്ങിയപ്പോൾ നല്ലൊരു ഗ്ലാസിൻ്റെ ഒരു പുഡിംഗ് ബൗളായിരുന്നു കിട്ടിയത്. അപ്പോൾ കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിലൊരു 5 എണ്ണം എടുത്തിട്ട് നമുക്കൊരു കാൻഡിൽ ഉണ്ടാക്കാം. കുഞ്ഞു കുഞ്ഞു ബൗൾസാണ്. അപ്പോൾ നമുക്ക് എടുത്ത് വെച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല ഗ്ലാസ്സിന്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതിൻ്റെ അന്നൊരു 5 എണ്ണം എടുത്തിട്ട് കാൻഡിൽസ് ഉണ്ടാക്കാം. കുഞ്ഞു ബൗളാണ്, ഭയങ്കര ക്യൂട്ടാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും കാൻഡിൽസ് ഉണ്ടാക്കാം. അപ്പം അതിന് വേണ്ടി ഒരു 2 സെറ്റ് കാൻഡിൽസ് മേടിച്ചു. പിന്നെ വിച്ചുവിൻ്റെ ഒരു കളറിംഗ് ബോക്സിൽ നിന്ന് ഒരു ഓറഞ്ച് കളർ എടുത്തു. അതുപോലെ തന്നെ ഒരു 5 തിരിയും എടുത്തു. ഏകദേശം ഒരു 2 സെറ്റ് കാൻഡിൽസ് ഉണ്ട്. ഞാൻ 5 ബൗളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കൊള്ളുമോയെന്ന് അറിയില്ല. ഏകദേശം നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന അത്രയും ഉണ്ടാക്കാം. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു അലൂമിനിയം പാത്രം വെച്ചു, അത് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാൻഡിൽസ് അങ്ങനെ തന്നെ അതിൽ കയറാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു. അപ്പോൾ അതിൽ പ്രോപ്പറായിട്ട് നമുക്കിടാമല്ലോ. അപ്പം പാത്രം ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാൻഡിൽസ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. യൂട്യൂബിലൊക്കെ ഓരോരുത്തർ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് കാൻഡിൽസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം അല്ലാതെ ഞാൻ ഇതുവരെ ചെയ്തില്ല. എൻ്റെ ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇതുപോലെ കാൻഡിൽസ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചൂട് പാത്രത്തിലേക്ക് തന്നെ ഇടുമ്പോൾ ജസ്റ്റ് തുടക്കത്തിൽ തന്നെ ഒന്ന് പുക വരും, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ നമുക്ക് അതിനകത്ത് ത്രെഡ് റിമൂവ് ചെയ്ത് വെക്കാം, മാറ്റി വെക്കാം. അപ്പം ഇതിൻ്റെ തന്നെ ത്രെഡ് എടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക് കാൻഡിൽസിലേക്ക് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഓറഞ്ച് കളർ ഞാൻ ചേർത്തിട്ടുണ്ട്, ലൈറ്റ് ഓറഞ്ചേ ഉള്ളൂ. ഇനി നമുക്ക് ത്രെഡൊക്കെ ഓരോന്നിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളുടെ ലിക്വിഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമ്മളുടെ കാൻഡിൽസിന് വേണ്ടി എടുത്ത പാത്രം എന്നുള്ളത് ഗ്ലാസിൻ്റെയാണ്. അപ്പം നമ്മൾ ചൂടുള്ള ലിക്വിഡ് പെട്ടെന്ന് തന്നെ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ അത് പൊട്ടിപ്പോകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു 2 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് ഒഴിച്ചു കൊടുക്കുന്നത്. കാൻഡിൽസ് വേണമെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ക്രിയേറ്റീവൊക്കെ ആയിട്ട് ചെയ്യാം. വേണമെങ്കിൽ നമുക്ക് ഫ്രൂട്ട്സിൻ്റെയോ അല്ലെങ്കിൽ ഫ്ലവേഴ്സിൻ്റെയോ ഒക്കെ നമുക്ക് ഉണക്കിയിട്ടൊക്കെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം നമ്മൾ ഈ ലിക്വിഡ് ഒഴിക്കുന്നതിന് മുന്നേ. അപ്പോൾ അത് കുറച്ചും കൂടെ നല്ല രസമുണ്ടാവും. അങ്ങനത്തെ കാൻഡിൽസൊക്കെ കാണാറുണ്ട്. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തന്നെ ഫസ്റ്റ് ടൈം അല്ലേ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ നേരിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. പിന്നെ ആണെങ്കിൽ ഇത് പാത്രത്തിലേക്ക് ഒഴിച്ചപ്പം തന്നെ അതിന് ചൂട് കുറഞ്ഞപ്പം തന്നെ നന്നായിട്ട് അവിടെ ഇവിടെയൊക്കെ പറ്റി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. അപ്പം ഞാൻ പ്രതീക്ഷിച്ച അത്ര കളർ അങ്ങോട്ടായില്ല, ലൈറ്റ് ഓറഞ്ച് കളറായിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാൻഡിലായി വന്നപ്പോൾ നല്ലൊരു രസമുണ്ട് കാണാൻ. അപ്പോൾ ഇതുപോലത്തെ കാൻഡിൽസൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് കാൻഡിൽ ലൈറ്റ് ഡിന്നറൊക്കെ സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ദീപാവലീൻ്റെ സമയത്തൊക്കെ ചിരാതിന് പകരമൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഇതുപോലത്തെ റീയൂസബിൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ബോട്ടിൽസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളുടെ വീട്ടിലേക്ക് ഇതുപോലത്തെ കാൻഡിൽസ് പ്രിപ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സീ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.